ഇരുട്ട് കൊണ്ട് ഓട്ട അടയ്ക്കല്ലേ സതീശ. വയനാട്ട് കള്ളാടിയിലെ ദുരന്തം അത് ഒരു മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു. അതിപ്പോൾ തെളിഞ്ഞ് വരുന്നു. തുരങ്കപാതയിലെ മണ്ണിടിച്ചിലാണ് ദുരന്തത്തിന് കാരണമായത്. പട്ടിണി പാവങ്ങളാണ് മരണമടഞ്ഞത്. എന്തായാലും ഈ ദുരന്തം തങ്ങളുടേതല്ലെന്ന് കൈ കഴുകാനുള്ള മുഖ്യമന്ത്രി സതീശൻ്റെയും പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിൻ്റെയും നാടകം പൊളിഞ്ഞിരിക്കുന്നു. PWD തന്നെയാണ് ആ നാടകം പൊളിച്ചടക്കിയത്. PWD അല്ല ആ പണികൾ നടത്തുന്നതെന്നും കൊങ്കൺ റെയിൽവേ ആണ് പണി നടത്തുന്നതെന്നും പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ പറഞ്ഞു. അതായത് മുൻ സർക്കാരിന്മേൽ ഉത്തരവാദിത്വം ചാരാനുള്ള ഒരു മലക്കം മറിച്ച്. പക്ഷെ അത് PWD തന്നെ പൊളിച്ചു. കഴിഞ്ഞ മാസം, അതായത് ജൂൺ 25-ന് ചേർന്ന മിനിറ്റ്സിൽ 12-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അവർ പുറത്തുവിട്ടു. തങ്ങളുടെ മേൽക്ക് പഴിചാരുമ്പോൾ അതിൽ നിന്ന് പ്രതിരോധം നേടാൻ PWD ഉദ്യോഗസ്ഥർ തയ്യാറായി എന്നുള്ളതാണ് ശ്രദ്ധേയം. പൂർണ്ണമായും PWD ആണ് ഈ നിർമ്മാണം നടത്തുന്നത്. PWDയുടെ കോഴിക്കോട്, പൊതുമരാമത്ത് വകുപ്പിൻ്റെ കോഴിക്കോട് ഡിവിഷനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. തുരങ്കപാതയുടെ നിർമ്മാണം കൽപ്പറ്റ സബ് ഡിവിഷനാണ് നൽകിയിരിക്കുന്നത്. കരാറുകാരുടെയും പൊതുമരാമത്ത് വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗത്തിൻ്റെ മിനിറ്റ്സാണ് PWD പുറത്തുവിട്ടത്. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതിൻ്റെ പൂർണ്ണമായ വിശദ വിവരം PWD പുറത്തുവിട്ടു. PWDക്ക് മേൽപ്പറഞ്ഞ കരാറിൻ്റെ ചുമതല ഇല്ലെന്നും കൊങ്കൺ റെയിൽവേ ആണ് ഈ കരാർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞത്, പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സർക്കാരിൻ്റെ തന്നെ അധീനതയിലുള്ള PWD പുറത്തുവിട്ട രേഖകളിൽ പറയുന്നു. ഇതോടെ വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ മരണത്തിന്, കൂട്ട മരണത്തിന് ഇടയാക്കിയത് സർക്കാരിൻ്റെ നിരുത്തരവാദിത്വപരമായ ഇടപാടാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. PWD ഇത് കരാറുകാർക്ക് കൊടുത്തിരുന്നു. കരാറുകാരാണ് തുരങ്കപാത നിർമ്മാണം നടത്തിയത്. അശാസ്ത്രീയമായ രീതിയിലാണ് തുരങ്കപാത നിർമ്മിച്ചത് എന്നത് വ്യക്തം. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ LDF വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി പുനരധിവാസ നഗരം തന്നെ ഒരുക്കിയിരുന്നു. മമ്മൂട്ടി അടക്കമുള്ള സൂപ്പർ താരങ്ങൾ ആ നഗരം സന്ദർശിക്കുകയും പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം വയനാട്ടുകാരുടെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പ്രകൃതി ദുരന്തത്തിന് ഇരയായ വയനാടുകാരുടെ പുനരധിവാസത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് പൂർണ്ണമായും നടപ്പാക്കിക്കൊണ്ടിരുന്ന വേളയിലാണ് സർക്കാർ മാറിയതും, പിണറായി സർക്കാർ മാറിയതും VD സതീശൻ സർക്കാർ അധികാരത്തിൽ എത്തിയതും. പുനരധിവാസത്തെക്കുറിച്ച് ഒന്നും പറയാതെ ബെക്കാഡിയുടെ വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യുന്നതിനെപ്പറ്റിയും വിൽപ്പന നടത്തുന്നതിനെപ്പറ്റിയും അദാനിക്ക് ഓഹരി വിൽക്കാനുള്ള അവകാശം നൽകുന്നതിനെപ്പറ്റിയും ഒക്കെ സംസാരിക്കുന്ന VD സതീശൻ വയനാടുകാരുടെ പുനരധിവാസത്തെക്കുറിച്ച് ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ പ്രകൃതിക്ഷോഭത്തിന് ഇരയായവരുടെ, എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ PWD പുറത്തുവിട്ട രേഖകളിൽ മുഖ്യമന്ത്രി VD സതീശൻ്റെയും പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിൻ്റെയും മലക്കം മറിച്ചിൽ തകർന്നിരിക്കുന്നു. PWD അവരുടേതായ രീതിയിൽ അവർക്ക് പ്രതിരോധം തീർത്തു. PWD എന്ന് പറയുന്നത്
സർക്കാരിൻ്റെ കീഴിൽ വരുന്ന വകുപ്പാണ്. വിദഗ്ധരായ എഞ്ചിനീയർമാരുള്ള വകുപ്പാണ്. അഴിമതിയുടെ കൂത്തരങ്ങ് കൂടിയാണ് PWD. കാലാകാലങ്ങളായി PWD അഴിമതിയുടെ കൂത്തരങ്ങാണെന്ന് ജനങ്ങൾക്ക് അറിയാം. മുമ്പ് സുധാകരൻ അടക്കമുള്ളവർ മന്ത്രിയായിരുന്നപ്പോൾ ആ അഴിമതിയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. പിന്നീട് അതാത് കാലങ്ങളിൽ വന്ന ഇടതുപക്ഷ മന്ത്രിമാർ PWDയെ ശുദ്ധീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. VD സതീശൻ അധികാരത്തിലേറി PWD വീണ്ടും അപവാദത്തിൻ്റെ അല്ലെങ്കിൽ PWD വീണ്ടും വിവാദത്തിൻ്റെ നിഴലിലായി മാറി. ഇപ്പോൾ PWD അവരുടെ പ്രതിരോധ മാർഗം സ്വീകരിച്ചിരിക്കുന്നു. അവർ ജൂൺ 25 ചേർന്ന മിനിറ്റ്സിലെ 12ാമത്തെ ഭാഗം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയിരിക്കുന്നു. അതിൽ പറയുന്നു, ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം PWDക്ക് തന്നെയാണ്. അതിനായി ചേർന്ന യോഗത്തിൻ്റെ മിനിറ്റ്സാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് എവിടെയോ കിടന്ന് കൊങ്കൺ റെയിൽവേയിൽ കൊണ്ടുപോയി തലചാരാനുള്ള അല്ലെങ്കിൽ കൊങ്കൺ റെയിൽവേയുടെ മേൽ വയ്ക്കാനുള്ള സതീശൻ്റെയും PK ബഷീറിൻ്റെയും കള്ളത്തരം ഒളിച്ചടുക്കിയിരിക്കുകയാണ് PWD. വയനാടുകാർ ഇനിയൊരു ദുരന്തത്തിന് ഇരയാകരുത് എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ വയനാടുകാർ UDFനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു. വയനാടുകാർ വിജയിപ്പിച്ചതിന് പ്രതിഫലം അവർക്ക് നന്നായി കിട്ടുകയും ചെയ്തു. അവരുടെ പുനരധിവാസ പാക്കേജ് പൂർണ്ണമായും മുടങ്ങി. മറ്റൊന്ന്, കോൺഗ്രസ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു ചെറിയൊരു ഭൂമി വാങ്ങി ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു കല്ലും ഇട്ടിട്ടുണ്ട്. ആ കല്ലിന് മേൽ ഒരു കല്ല് വയ്ക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും വയനാടുകാർ UDFനെ 3 നിയമസഭാ മണ്ഡലത്തിലും വിജയിപ്പിച്ചു. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. ഒരുപാട് പേർ കണ്ട വീഡിയോയാണ്. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. വയനാട്ടിലെ ജനങ്ങൾ പാവങ്ങളാണ്. നിങ്ങൾ പറയുന്നത്, രാഷ്ട്രീയക്കാർ പറയുന്നത് അവർ വിശ്വസിക്കും. ദുരന്തങ്ങൾ തുടരെ ഉണ്ടായാലും അവർ ഒരു രാഷ്ട്രീയ നേതാവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനനുസൃതമായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ ഇടതുപക്ഷ തീവ്ര ശക്തികൾ, നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും മറ്റും പീപ്പിൾസ് വാർ ഗ്രൂപ്പ് അടക്കമുള്ള ശക്തികൾ, തീവ്രവാദ ശക്തികൾ ശക്തി പ്രാപിക്കുന്നത്. കാരണം അവർക്ക് വിശ്വാസമാണ്, തങ്ങളിൽ അവരൊരു രക്ഷകനെ കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് PWD പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്. വയനാട് ദുരന്തത്തിൻ്റെ, ഇപ്പോൾ നടന്ന ദുരന്തത്തിൽ 1ാം പ്രതിയായി നിൽക്കുന്നത് VD സതീശൻ തന്നെയാണ്. 2ാം പ്രതി PK ബഷീറാണ്. പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ.